ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രേഷ്മയാണ് കേട്ടോ. ഞാനിന്ന് വന്നേക്കുന്നതെന്ന് പറഞ്ഞാലേ നമ്മുടെ പാവുമ്പയിൽ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയുണ്ട്. അത് നിങ്ങളിന്ന് കാണിച്ചു തരാമെന്ന് കരുതിയാണ്. എന്താണെന്ന് വെച്ചാൽ ഇത്രയും നാൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളെ ഇതൊന്നും കാണിച്ചില്ലെങ്കിൽ അതൊരു മോശമാകത്തില്ലേ. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം. അപ്പം ഞാനും അണ്ണനും മോനും ഉണ്ട് കേട്ടോ. അപ്പം നമ്മളത് കാണാം. കാട് കയറിപ്പോണ്ട അവസ്ഥയായിട്ട്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ തൊട്ട് ഒരയ്യത്തിൻ്റെ തൊട്ട് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് കാണാം. പക്ഷേ എന്നാലും ഒരു നല്ല വ്യൂ അവിടെ നിന്ന് കിട്ടും. പക്ഷേ ഞാൻ എപ്പോഴും അങ്ങോട്ടൊന്നും പോകത്തൊന്നുമില്ല. കാരണം അവിടെ മൊത്തം റബ്ബറും കാടും ഒക്കെ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ അധികം ഒറ്റയ്ക്ക് അങ്ങോട്ട് പോകാറില്ല. അപ്പം നമുക്ക് കണ്ടാലോ. അപ്പം നമ്മുടെ ആ സ്ഥലത്ത് ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ കണ്ടു നോക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് തരണേ. അപ്പം നമുക്കൊന്ന് കണ്ടാലോ. ഞങ്ങളിവിടെ ചുമ്മാതൊന്ന് വന്നതാണ്. മീനൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ. ശരിക്കും മീനാണ് ഇവിടെ ഉള്ളത്. അപ്പം മീനുകളെ ഒന്ന് കാണാമെന്ന് പറഞ്ഞ് വന്നപ്പോൾ എന്നാൽ ഞാൻ കരുതിയത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഈ ഒരു സ്ഥലം എന്ന് കരുതിയാണ് ഞാൻ വന്നത്. അപ്പം നമുക്കൊന്ന് കണ്ടാലോ. എല്ലാവരും ദേ അങ്ങോട്ടൊന്ന് നോക്കിക്കേ. ഞങ്ങളിവിടെ ഇത് പുഞ്ചയെന്നാണ് പറയുന്നത് കേട്ടോ. നമ്മുടെ ഈ പുഞ്ചയാണ് ഇവിടെ. ഇതിപ്പം വീഡിയോ എടുക്കുന്നത് പാർത്തമ്മോനാണ്. ഫോണിൽ അവൻ്റെ രീതിയിലാണ് അവൻ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ മിസ്റ്റേക്കുകൾ കാണും. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. പിന്നെ ഇവിടെ നിന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ വെള്ളം കയറി കിടക്കുക. നമ്മളിപ്പം ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഞങ്ങളുടെ ഈ വീടിൻ്റെ ഇപ്പുറത്ത് നിന്നാണ് ഞാൻ കാണുന്നത്. കാരണം നമുക്കിൻ്റെ നടുക്കൂടെ പോകാനൊക്കെ വഴിയുണ്ട്. വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് നമുക്ക് അതുവഴി പോകാൻ പറ്റത്തില്ല. അതാണ് നോക്ക്, ചക്രവാളങ്ങൾക്കപ്പുറത്ത് സൂര്യഭഗവാൻ അസ്തമിക്കാൻ സമയമായി നിൽക്കുന്ന കണ്ടില്ലേ. അതുവരെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. അപ്പം ഇവിടെ വെള്ളം ഉണക്ക് സമയത്ത് ഈ പുഞ്ചയിലെ വെള്ളം മൊത്തം മോട്ടർ വെച്ച് വറ്റിച്ച് കഴിഞ്ഞിട്ട് ലേലത്തിൽ ആൾക്കാർ വന്ന് മീൻ പിടിക്കും. ഇഷ്ടം പോലെ മീൻ, കട്ടള, വയമ്പ്, അങ്ങനെയൊക്കെ ഒത്തിരി മീനുകളുണ്ട്. ഇഷ്ടംമാതിരി ആൾക്കാർ വന്ന് പിടിക്കുന്നത്. പിന്നെ നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യാം. പിന്നെ നമുക്കാണെങ്കിൽ ഇവിടെ ഒരുപാട് ദേശാടന പക്ഷികളൊക്കെ ഉണ്ട്. കുറേ ആൾക്കാരിങ്ങനെ വെള്ളത്തിൽ കിടന്ന് കളിച്ച് നീന്തി കുഴഞ്ഞ്, കുറേ ആൾക്കാരാണെങ്കിൽ നടുക്ക് കുറച്ച് പായലിങ്ങനെ കൂട്ടം കൂടി കിടപ്പുണ്ട്. അതിനകത്ത് കയറിയിരുന്ന് വിശ്രമിക്കുന്ന കാണാം. നല്ല രസമാണ് നമുക്ക് കാണാൻ. ഇവിടെ ഞങ്ങളുടെ മുറ്റത്ത് നിന്ന് തന്നെ കഴിഞ്ഞാൽ ആ കാഴ്ച കാണാൻ പറ്റും. പക്ഷേ നമ്മൾ അവിടെ പോയി നിന്ന് കാണുന്നതുകൊണ്ടുള്ളൊരു വ്യൂ നിങ്ങൾക്ക് കിട്ടണമെന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അവിടെ പോയപ്പോൾ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതിയത്. ഇവിടെ നമ്മളങ്ങനെ ഒറ്റയ്ക്ക് വരത്തില്ല കേട്ടോ. ഇവിടെ എല്ലാം കാടൊക്കെ ആയതുകൊണ്ട് അപ്പുറത്തൂടെ ആണെങ്കിലേ നമ്മൾ വരത്തുള്ളൂ. അത് ഇവിടെ ഉണക്കാവുമ്പോൾ ഇവിടുത്തെ വെള്ളമെല്ലാം വറ്റിക്കുമ്പോഴും മീൻ പിടിക്കുമ്പോഴും പിന്നെ കുട്ടനാട്ടിൽ നിന്നാണ് വന്ന് ഇവിടെ കൃഷി ചെയ്യുന്നത്, നെൽകൃഷി ചെയ്യുന്നത്. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. പിന്നെ കുറച്ച് ദിവസമായിട്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. കാരണം ഹസ്ബൻഡിൻ്റെ അച്ഛനും വയ്യാതെ ഹോസ്പിറ്റലിലായിരുന്നു. ആൾ മരണപ്പെടുകയൊക്കെ ചെയ്തു. അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷമങ്ങളാലാണ് നമുക്ക് വീഡിയോ ഇടാൻ പറ്റാതിരുന്നത്. അപ്പോൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഉണ്ടായിരിക്കും. ഇത് ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് നിന്നുള്ള വ്യൂസാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ, ടാറ്റാ.